പോകുന്നത് ജൽമഹൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രാജസ്ഥാൻ സീരീസിലെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയാണ് ഇത്. നമ്മളെ ഫ്ലാഗ് കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കാമെന്ന് വെച്ച് എടുത്തതാണ്. അപ്പോൾ നമുക്ക് ജൽമഹലിലെ കാഴ്ചകളിലേക്ക് പോകാം. റോഡിൽ കൂടെ നടന്ന് പൊടിയടിച്ച് തലയിൽ മൊത്തം പൊടിയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പൊടിയാണ് തലയിലൊക്കെ. നമ്മളെ നടന്ന് ഇവിടെ ഒരു ഗേറ്റിനവിടെ എത്തി. എന്താണെന്ന് അറിയില്ല, ഗൂഗിളിൽ നോക്കേണ്ടി വരും. ഇതിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെട്ടമൊക്കെ അടിച്ചിട്ട് നല്ല അടിപൊളി കളറാണ്. ഇതിൽ കൂടെ കടന്ന് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ഞങ്ങളെന്തായാലും ഓട്ടോ ഒന്നും വിളിച്ചില്ല, ഞങ്ങൾ പതുക്കെ നടക്കാതങ്ങ് വെച്ചു. അപ്പോൾ നടക്കുന്നതോറും നമുക്ക് ആ ഒരു സിറ്റിയിലെ കാഴ്ചകൾ കൂടുതൽ അങ്ങോട്ട് നമുക്ക് കാണാൻ പറ്റും ഈ നടന്നിങ്ങനെ പോകുമ്പോഴേ. അതുകൊണ്ടാണ് ഞങ്ങൾ നടക്കാമെന്ന് വെച്ചത്. അവിടെ നിന്ന് ഒരൊറ്റ നടപ്പം നടന്നു. എവിടെ നിന്നാണ് ജന്തർ മന്ദിർ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു? 60 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു അല്ലേ? അത്ര നടന്നു. ഞങ്ങളിത് ഇപ്പം ജൽമഹലിൻ്റെ അടുത്താവാറായി. അറിഞ്ഞില്ല വെയിലില്ലാത്തതുകൊണ്ടല്ലേ, ചൂടില്ലാത്തതുകൊണ്ട് അറിഞ്ഞില്ല. ഇതിൽ ക്ഷീണമൊന്നുമില്ലായിരുന്നു ഞങ്ങൾ. പൊടിയുടെ ബുദ്ധിമുട്ടുണ്ട്. നടന്ന് ഞങ്ങളിപ്പോൾ ഏകദേശം നമ്മുടെ ജൽമഹലിൻ്റെ ഇവിടെ ആവാറായി. അവിടെ മാസ്ക് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും നോക്കുന്നുണ്ട്. ശരിക്കും ഭയങ്കര പൊടിയാണ് അല്ലേ? പൊടി നമുക്ക് രക്ഷയില്ലാത്തൊരു പൊടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ മാസ്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഞങ്ങൾ നോക്കുന്നുണ്ട്. മാസ്ക് ഊരി വെച്ച് ഞങ്ങൾ തൽക്കാലത്തേക്ക് മാസ്ക് ഞങ്ങൾ ഊരി. പൊടിയല്ലേ? അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ജൽമഹലിൻ്റെ ഫ്രണ്ടിലാണ്. ഇപ്പോൾ രാജസ്ഥാൻ നമ്മുടെ ജയ്പൂർ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു 6.5 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. അപ്പോൾ ഇത് മാൻസാഗർ തടാകത്തിൻ്റെ നടുക്കാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ എത്ര നിലകളാണ്? ഇപ്പോൾ 5 തോന്നുന്നല്ലേ? 5 നിലകളാണ്. 4 നിലകൾ വെള്ളം കുറഞ്ഞു കഴിഞ്ഞിട്ട് മാത്രം 4 നിലകൾ കാണാൻ പറ്റും. ബാക്കി ഒരു നില ഇപ്പോൾ കാണുമല്ലോ, ബാക്കി ഫുള്ള് വെള്ളത്തിനടിയിലാണ്. അപ്പോൾ ഇതൊരു മുഗൾ രജപുത്ര ശൈലിയിലാണ് ഈ സംഭവം. സമ്മിശ്ര ഡിസൈനിങ് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജയ്സിംഗ് രണ്ടാമനാണ് അല്ലേ? സവായ് ജയ്സിംഗ് രണ്ടാമനാണ് ഈ ഒരു ജൽമഹൽ. അദ്ദേഹമാണ് അപ്പം അദ്ദേഹമാണ് ഈ സംഭവം പണിയെടുപ്പിച്ചിരിക്കുന്നത്. അപ്പം ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ് രാജസ്ഥാനിലെ ഈ ജൽമഹൽ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് നോക്കാം. ഈ ഒരു മാൻസാഗർ തടാകത്തിനൊരു 12 കിലോമീറ്റർ വിസ്തൃതിയാണ് കേട്ടോ. ഈ കാണുന്നതാണ് ജൽമഹൽ. വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഇവിടെ രണ്ടും ചെറിയ കെട്ടിടങ്ങളാണ് വെള്ളത്തിനുള്ളിൽ. കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ വൃത്തി തീരെയില്ല. മെയിൻറ്റെയിനിങ് ഭയങ്കര മോശമാണ്. ആൾക്കാർക്ക് ഇരിക്കാനുള്ള ബെഞ്ചിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ പറയുന്ന റൂട്ട് അമർ ഫോർട്ടിലേക്കൊക്കെ വണ്ടി ലഭിക്കും. ഓട്ടോക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. കൂടുതൽ ആൾക്കാർ പ്രാവ് ഒത്തിരി ഉണ്ട്. പ്രാവ് ഇങ്ങനെ പറന്ന ആൾക്കാരുടെ ഒക്കെ നടക്കുക. നമ്മളിങ്ങനെ നടന്ന് ഈ മാൻസാഗർ തടാകത്തിൻ്റെ മറ്റൊരു സൈഡിലെത്തിയേ. താഴെ അങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്കും അതിൽ സൈഡിൽ കൂടെ താഴോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കാം. പരിപാടി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതിനുള്ള സെറ്റപ്പൊക്കെ നടത്തുന്നുണ്ട്. ഈവനിങ് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ കാണും. നേരത്തേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നും കാണുന്നൊന്നുമില്ല. എന്തായാലും ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലൊക്കെ മഴ വെള്ളപ്പൊക്ക സമയത്താണ് ഇതുപോലെ വീടുകൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഓൾറെഡി വെള്ളത്തിനുള്ളിൽ തന്നെ ഇത് പണിത് വെച്ചേക്കുവാണ്. ഇങ്ങനെ വന്ന് ഈ വലയുടെ താഴെ വന്ന് അടിയുന്നുണ്ട് കേട്ടോ. ഇതോടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താണെങ്കിൽ കാണാനൊരു ഭംഗിയാണ്. ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് വിദേശ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്.
അവരൊക്കെ വന്ന് കാണുമ്പോൾ ഒരു റിമൂവ് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. താഴെയുള്ള കാഴ്ചകളാണ് അപ്പുറത്തോട്ട് പോയി നോക്കാൻ വേണ്ടിയിട്ട് പോകണേ. അപ്പോൾ ഇതിലെ കൂടെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങോട്ട് മാറി അതിലേ ഒന്ന് പോയി നോക്കാം. അപ്പുറത്തോട്ട് പോയി നോക്കാം. ഇപ്പോൾ സമയം ഇപ്പോൾ 5 മണിയായി. ഞങ്ങളിപ്പോൾ ജൽമഹലിലാണുള്ളത്. അവിടുത്തെ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും നമുക്ക് ജയ്പൂരിൽ നമുക്ക് 2 ദിവസമാണ് ഞങ്ങൾ കണക്ക് കൂട്ടിയിരുന്നത്. ഒരു ദിവസം ഞങ്ങളുടെ പോയി, കാരണം ഞങ്ങളുടെ മൊബൈലും ഹാർഡ് ഡിസ്കും കംപ്ലൈൻ്റ് ആയി പോയി. ഞങ്ങൾക്ക് ഒരു ദിവസം ഫുൾ കോപ്പി ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയി. അപ്പോൾ പിന്നെ നാളെ ഇനി നമുക്ക് രാവിലെ അജ്മീർ പോകണം. അജ്മീർ പോയി ഫുള്ള് കാണണം. പിന്നെ ചിറ്റോർഗഡ് ഫോർട്ട് കാണണം. ഈ ഫോർട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു ദിവസത്തെ യാത്രയാണ്. നമുക്ക് മറ്റൊന്നും കാണാൻ പറ്റില്ല. ഫോർട്ടിലേക്ക് പോകുന്നതും അവിടുത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സ്ഥിരം ഒരുപാട് കാഴ്ചകൾ ഒരേ സെയിം പോലെ. കാരണം വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ രാജാവിൻ്റെ കാഴ്ചകളും പിന്നെ അവരുടെ തലപ്പാവ ഒരു ഉപയോഗിച്ചത് ഇതൊക്കെ തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ നമുക്ക് മറ്റുള്ള കാഴ്ചകളിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ ഒരു ഫോർട്ട് ഇപ്പോൾ തന്നെ സമയം 5 മണിയായി. അപ്പോൾ നമുക്കിനി ഫോർട്ടിലേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ ഇവിടുത്തെ നമ്മുടെ ജയ്പൂർ ഫോർട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നാളെ എന്തായാലും നമുക്ക് അജ്മീർ പോകണം. പിന്നെ ചിറ്റോർഗഡ് ഫോർട്ടിൻ്റെ ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ നിരവധി ഫോർട്ടുകളുടെ വീഡിയോ ഓൾറെഡി നമ്മൾ 2 ഫോർട്ടിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത 3ാമത്തെ ഫോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റു കാഴ്ചകളിലേക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം ഞങ്ങൾ തിരിച്ചും ബഡ്ജറ്റ് ട്രാവലിംഗ് ആണ്. ഞങ്ങൾക്ക് വന്ന വഴിക്കാണ് ഞങ്ങൾ മാക്സിമം നമ്മൾ എത്ര കിലോമീറ്റർ നടന്നു പോകും. നമ്മൾ ഇന്ന് തന്നെ ഏകദേശം ഒരു 13 കിലോമീറ്റർ കോട്ടയൊന്നും ആശ്രയിച്ചില്ല. പല സ്ഥലങ്ങളിലും എൻട്രി ഫീസ് നമുക്ക് 2 വരെയും കൂടെ ആകുമ്പോഴത്തേക്ക് ചിലയിടത്തൊക്കെ ഇപ്പോൾ നമ്മുടെ സിറ്റി പാലസിൽ ഒരാൾക്ക് 300 രൂപയാണ്. 600 രൂപയൊക്കെ എൻട്രി ഫീസ് തന്നെ കൊടുക്കണം. അതാണ് കുഴപ്പം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യേണ്ട ക്യാഷിന് ഞങ്ങൾ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. കാരണം ഞങ്ങളിപ്പം നമ്മുടെ യാത്ര തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ട്രാവലിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ റിട്ടയർ റൂമിനെയൊക്കെയാണ് മാക്സിമം ആശ്രയിക്കുന്നത്. മറ്റു വഴി ഇല്ലെങ്കിൽ മാത്രമേ റൂം നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയത് തന്നെ നമ്മൾ ജോധ്പൂർ, ജയ്സാൽമീർ, ജയ്പൂർ, അജ്മീർ ഇങ്ങനെ ജയ്സാൽമീർ കറങ്ങി ഇങ്ങനെ പോവാണ്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഇതുപോലെ ക്യാഷ് ചിലവാക്കുകയാണെങ്കിൽ നമുക്ക് അത് മുന്നോട്ടുള്ള യാത്ര നമ്മൾ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ മാക്സിമം ഇന്ന് ഫോർട്ട് ഒഴിവാക്കുകയാണ്. അതുകൊണ്ട് പക്ഷേ വരുന്ന ഫോർട്ടോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചിറ്റോർഗ് ഫോർട്ടൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഫോർട്ടുകളാണ്. ആ കാഴ്ചകൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ജയ്പൂരിലെ നമ്മുടെ ജൽമഹലിൻ്റെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ രാജസ്ഥാൻ യാത്ര തുടരുകയാണ്. അപ്പോൾ ജൽമഹലിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ രാജസ്ഥാൻ കാഴ്ചകൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും.